പലർക്കുമുള്ള പ്രശ്നമാണ് പലരും നേരിട്ട് യോഗാസനങ്ങളിലേക്ക് പോകും. യോഗാസനങ്ങളിലേക്ക് അതാണ് ആസനങ്ങൾ തന്നെയാണ് ആദ്യം ചെയ്യേണ്ടത്. പക്ഷെ അതിനേക്കാളും മുമ്പ് മനസ്സിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് അറിയണം. നമുക്കൊരു മനസ്സുണ്ടല്ലോ, നമുക്കൊരു ഐഡിയ ഉണ്ട്, ജീവിതത്തിൽ ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണയൊക്കെ ഉണ്ട്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയണം. അല്ലെങ്കിൽ നമുക്ക് ഒരു നെഗറ്റീവായിട്ടൊരു വിഷയം വരുന്നുണ്ട്, അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഈ നെഗറ്റീവ് വിഷയങ്ങൾ വരുന്നതെന്ന് പോലും പലർക്കും അറിയില്ല. അത് നമ്മൾ മറ്റുള്ളവരാണ് നമുക്ക് നെഗറ്റീവായിട്ടുള്ള വിഷയങ്ങൾ തരുന്നതെന്ന് പറഞ്ഞിരിക്കും. ശരിക്കും നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നല്ല ധാരണയുണ്ടാകണം. മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ അറിയണം. എൻ്റെ ഉള്ളിൽ നിന്നാണ് ഇതെല്ലാം പുറത്തേക്ക് പോകുന്നത്. എന്നെ സന്തോഷത്തിലായാലും സങ്കടത്തിലായാലും കൊണ്ട് നിർത്തുന്നത് എൻ്റെ ഉള്ളിൽ നിന്നുള്ള വിഷയങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇങ്ങനെയുള്ള മനസ്സിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആസനങ്ങളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എക്സസൈസിലേക്ക് പോകും. എക്സസൈസിൻ്റെയൊക്കെ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുറമേയുള്ള ശരീരത്തിൻ്റെ സൗന്ദര്യത്തെയും അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ദിവസത്തേന് ജീവിക്കാം, അല്ല ഒരു 10 വർഷത്തേന് നമുക്ക് എങ്ങനെ സന്തോഷകരമായി ജീവിക്കാം എന്നൊക്കെയുള്ള ഒരു എക്സസൈസാണ്. പക്ഷെ അതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ മനസ്സിനെക്കുറിച്ച് പഠിക്കുന്നില്ല. നമ്മൾ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾ എന്തെങ്കിലും നമുക്ക് ദോഷമായിട്ട് പ്രവർത്തിച്ചെന്ന് വിചാരിക്കുക, അല്ല നമ്മുടെ മനസ്സിൽ നിന്നുണ്ടായെന്നാണെന്ന് വിചാരിക്കുക. അപ്പം നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയാതെയാണ് ജിമ്മിലെ അല്ലെങ്കിൽ എക്സസൈസ്, കരാട്ടെ പോലെയുള്ള. അതും നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്, നല്ലതാണ്. പക്ഷെ ശാശ്വതമായ പരിഹാരം കിട്ടുകയില്ല. അത് കുറച്ച് നാളത്തേന് സന്തോഷിപ്പിക്കാനൊരു പുറമേ ഉള്ള ഒരു വിഷയങ്ങളാണ്. പുറമേ നമുക്ക് കുറച്ച് ആൾക്കാരുമൊക്കെ ആയിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നല്ലതാണെന്ന്, ഐ ആം ഗുഡ്, ഞാൻ മിടുക്കിയാണ് എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാവുന്നേ ഉള്ളൂ. പക്ഷെ ശാശ്വതമായ ഒരു ശാന്തി, ഒരു സമാധാനം കിട്ടില്ല, ഒരു പിടുത്തം കിട്ടില്ല. എപ്പോഴും നമ്മൾ എക്സസൈസ് ചെയ്യുന്ന മെഷീനിലും അല്ലെങ്കിൽ നമ്മളെ ട്യൂട്ടർ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ആളെയൊക്കെ ആശ്രയിച്ച് നിൽക്കേണ്ടി വരും. അതൊക്കെയാണ് ജിമ്മിൻ്റെയൊക്കെ ഒരു പ്രശ്നം. പക്ഷേ ജിമ്മും പല കാര്യങ്ങളുണ്ട്, പല എക്സസൈസ് ഉണ്ട്, അതിൻ്റെയൊക്കെ ഒരു പ്രശ്നം അതാണ്. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഈ യോഗ പോലെയുള്ള മനസ്സിനെ കാണുന്ന പരിശീലനങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കുള്ള ഒരു ടീച്ചറാവും, നിങ്ങളുടെ ഗുരുവാകും, അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടറാവും. ഇതാണ് പ്രത്യേകത. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ആശയങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് തൃപ്തിയാകുകയാണെങ്കിൽ, നിങ്ങൾക്ക് സമാധാനം ആകുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പുറത്തന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അതാണ് യോഗ പരിശീലിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം. അപ്പോൾ ഈ മനസ്സിൻ്റെ ചലനങ്ങളും മനസ്സിൻ്റെ വിഷയങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് അതെങ്ങനെയാണ് സഞ്ചരിക്കുന്നത്, എന്താണ് അതിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ഇനി ഈ മനസ്സ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ മനസ്സ് പറയുന്നിടത്തൂടെയാണെന്ന് നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒന്ന് മനസ്സിലാകുകയാണെങ്കിൽ, ഏറ്റവും കുറഞ്ഞത് മനസ്സാണ് ഇതിനെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞാലുണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് ആസനങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പ്രാക്ടീസ് ഉണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ആ പ്രാക്ടീസാണ് ഏറ്റവും മൂല്യമുള്ളതും ഏറ്റവും അടിസ്ഥാനപരമായ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റുന്ന ആ വിഷയങ്ങളാണ് നമ്മൾ ഇനിയും പഠിക്കേണ്ടത്. ആ വിഷയങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാം. അതിനപ്പുറത്തേക്ക് ഇവിടെ ജീവിതമില്ല, ഇവിടെ ഒന്നുമില്ല. കുറച്ച് വിഷയങ്ങളാണ്, ഒരു 10 പോയിന്റ്സ് ആണ്. ആ 10 പോയിന്റ്സ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ മനസ്സ്, ആ മനസ്സിനെ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. ആരെയും ആശ്രയിക്കേണ്ട, ഒരിടത്തും പോകണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലിരുന്ന്, ഏത് സാഹചര്യത്തിലായാലും നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങൾക്ക് ആ വിഷയങ്ങളെ തിരിച്ചറിയുവാൻ കഴിയും. അതിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ യാത്രയെക്കുറിച്ചും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ഒരു പൂർണ്ണമായ അറിവുണ്ടാകും. ഈ അറിവിലൂടെ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാം.